ഡാ കൊച്ചുണ്ണി, ഇവന് എന്തോ പറ്റിയതാ? മേടിക്കാൻ വിട്ടവൻ അടിച്ചു തീർത്ത്. എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കോട്ടെ, ഇനി ആകെ ഇതേ ഉള്ളൂ. അയ്യോ എടാ സാറ് 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 മോനെ ടിറ്റോ. ഓ, എന്താ കോപ്പറം നിക്കുന്ന ഇരിക്ക്. മോനെ ടിറ്റോ, സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതെൻ്റെ വാക്കാ. പറ, നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരെയും പേര് പറഞ്ഞോ? പറയടാ മോനെ. ടിറ്റോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞോ? പറയടാ, ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് ഷർട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറെ, പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് അടിച്ചു. മാഷെ, എനിക്കറിയാം മാഷെ, നമുക്കെല്ലാ മൂത്തപ്പന്മാരെയും പൊക്കാം. മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തിനാണ് സാർ പോലീസ്? എടാ, സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതെ സാറേ, ഞാനില്ല, എനിക്ക് ഹറാമാണ്. എനിക്കും. ഹറാമാ? എന്നാ ക്ഷമിക്കേ, ഹറാമുള്ളവരൊക്കെ പോകും. നിങ്ങളോ? പറഞ്ഞോ, ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, ഇവൻ എന്താ ചെയ്യേണ്ട മാഷേ? ഒന്നും ആലോചിക്കാനില്ല, ഡിസ്മിസിൽ അടിച്ചു കൊടുത്തേക്കാം. അല്ല മാഷേ, ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം? നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല. അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം. ഇപ്പൊ വിട്ടേക്കാം. ഒന്നും എടുത്തോണ്ട് പോടാ. ഈ പഞ്ചായത്തിലെ ഇവർക്കുണ്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും. അവർക്ക് മാസം 5 രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ എൻ്റെ അടുക്ക ഫ്രീ ചോദിച്ചു വന്നാണ്ടല്ലോ, ഞാൻ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ കത്തിക്കോളാം പച്ചക്ക്. സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് കരുതണം. അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ 20 രൂപ മാസവരി വാങ്ങുന്നത്. അല്ല ഏട്ടാ, 20 രൂപ ഇത്തിരി കൂടുതലല്ലേ? സീഡിക്ക് വരെ 10 രൂപയേ ഉള്ളൂ. 3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ പോലെ കുളിസിനും കാണണ്ട, അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ നീ കുളിസിയും കാണുമ്പോൾ ഏതൊക്കെ തെങ്ങ പിടിച്ചു നോണം, ഇല്ലല്ലേ? ചിലതൊന്നും നീ താങ്ങുകയല്ല. പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം, തല്ലി മേടിക്കാൻ നോക്കണം. നീ CD കാസറ്റ് ഇട്ട് കാണുന്ന പോലെയല്ല ഇത്. ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും. നീ ഒരു പുതിയ ലോകത്തിലേക്ക് പോകും, ഒരു വലിയ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം. നിന്റെ ആ കുണ്ടലിനെയൊക്കെ അങ്ങോട്ട് ഉണരും. പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ. സത്യം. സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നീ അങ്ങനെ ഉണ്ടാകണ്ട കേട്ടോ. രജിസ്ട്രേഷൻ ഫീ ആയി ഒരു 30 രൂപ കൂടി വേണം. മനസ്സിലായല്ലോ? 30 രൂപയോ? പോയിട്ട് 50 രൂപയായിട്ട് വന്നോളൂ. അപ്പം തന്നെ മെമ്പർഷിപ്പ് തന്ന് പുസ്തകം തന്നേക്കാം. ഏത് പുസ്തകം എന്നാ പറഞ്ഞേ? ആദ്യത്തിൻ്റെ ആദ്യം മറ്റു ചിലരും. അതുണ്ട്. അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെലവുള്ള പരിപാടിയാണ്. ചെലവാണ്. എങ്ങനെ ഉണ്ടാക്കി 20 രൂപ അടിച്ചു മാറ്റാൻ പറ്റുമോ? അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്കറിയില്ലടാ. എന്തൊക്കെ ഇഴങ്ങാനാടാ നീ, ഇതൊക്കെ നോക്കി വെക്കണ്ടേ?
തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞെന്ന് വിളിക്കരുതെന്ന്. തന്നെ നെക്സൽ തള്ളൊക്കെ നാട്ടിൽ വെച്ചാൽ മതി. കൊച്ചിന്ന് പിള്ളേരൊക്കെ പറഞ്ഞു ഞാൻ മോനെ ഡിസ്സേ നാക്സൽ മാമ ചുമ്മാ പറഞ്ഞല്ലേ. നീ എന്തിനാ കോട്ടയത്തിൽ കൊച്ചിയിലേക്ക് പോകുന്നത്? നോക്കട്ടെ, കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവമേ, ഇത് മറക്കുകയല്ലേ. കാശ് തരാം, കാശ് 600 മുഴുവൻ കാശ് കൊണ്ട് കേട്ടോ. അടുത്ത തവണ റേറ്റ് കിട്ടും. ചതിക്കല്ലേ? റിസ്ക് എലമെന്റ് കൂടുതലാ മോനെ. ഇതൊരു നാട്ടും പ്രദേശമല്ല, ഇവിടെ ഒന്നും വലിയ കച്ചവടം ഇല്ലടാ. ഐ ഡോണ്ട് കെയർ. തനിക്ക് റെന്റ് കൂട്ടി കൊടുത്തൂടെ? അമേരിക്കൻ സാധന സൂപ്പറാ. ആണ്. ഈ ചൈനയുടെ ഐറ്റം വല്ലതും ഉണ്ട്? അതിനിവിടെ നല്ല ചിലവാ. എനിക്കൊന്ന് കാണാമല്ലോ. നോക്കണം. ഇതെന്താണ് ഹോഴ്സ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ സാധനം? ഞാൻ എത്ര പറഞ്ഞാലും അവള് നേരെ കിടക്കുകയല്ലേ. അടിപൊളിയാ. ഇതുണ്ടല്ലോ, ഇതിനൊരു 4ാമതൊരു കഥയുണ്ട് കേട്ടോ. സ്വർഗം കാണിക്കുന്നുള്ളൂ. അടിപൊളിയാ. ഞാൻ 4 പ്രാവശ്യം സ്വർഗ്ഗക്കുണ്ട്. പിന്നെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആമതില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ച്. എന്തിനാ വെറുതെ ഒരു വിവര ശ്രമം? അതെ. പീസ് ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ. ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും VPN ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം. ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പൊ കോമഡിയാണ്. ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിയിരുന്ന സാഹിത്യം, സെക്സ് ലിറ്ററേച്ചർ, അതാണ് ആ ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം. ആ നീ കാരണം ഇവിടെ ഒരൊറ്റ 10 പോലും ബാക്കി വരുന്നില്ല. നന്ദി ഉണ്ടറാ. ഇതങ്ങോട്ട് വെക്ക്. ആ സുധീഷേ, നീ എന്താടാ വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഏട്ടാ. അപ്പൊ അവന്മാർക്കൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ? ഇവന്മാരൊക്കെ പഠിപ്പിസ്റ്റുകളല്ലേ. പിന്നെ എടാ പിള്ളേരെ, ഉള്ള കാര്യം പറയാലോ. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് 4 കാശ് ഉണ്ടാക്കാൻ നോക്ക്. ഇപ്പം എന്നെ തന്നെ നോക്ക്. ഞാൻ 10ാം ക്ലാസ് തോറ്റ്. അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത്. ഇത് കണ്ടോ, 3310. ഇന്ന് നാട്ടിൽ മൊബൈൽ ഫോണുള്ള 3ാമത്തെ ആളാണ് ഞാൻ. എടാ നിങ്ങളെ ഹെഡ്മാഷൊക്കെ ഉണ്ടടാ മൊബൈൽ ഫോണ്. അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. അതെ, റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ. അത് ടൗണിലേ ഉള്ളൂ. ഒന്ന് കട നോക്കിക്കോളണേടാ.